ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു പവിത്രമായ നോമ്പിന്റെ കാലത്തിൽ നാം ആയിരിക്കുന്നു. വലിയ നോമ്പിന്റെ 37-ാം ദിവസത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. നോമ്പിന്റെ നാളുകൾ നമുക്ക് അന്വേഷണത്തിന്റെ നാളുകളാകണം. എന്തന്വേഷിക്കണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ: ക്രിസ്തുവിനെ അന്വേഷിച്ചു കണ്ടെത്തുന്ന നാളുകളാകണം നോമ്പ്. ക്രിസ്തു കാട്ടിത്തരുന്ന പാത കണ്ടെത്തുവാൻ, ക്രിസ്തുവിനൊപ്പം സഞ്ചരിക്കുവാൻ തയ്യാറാകുന്ന നാളുകളാകണം നോമ്പ്. അതിന് കുരിശിന്റെ സഹന വഴികൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അതിനുതകുന്നതാകട്ടെ ഇന്നത്തെ ധ്യാനം. അതിനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. സെയിന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 1-7. യേശു ക്രിസ്തു പെസഹ പെരുന്നാളിന് മുമ്പ് ശിഷ്യരുടെ കാൽ കഴുകുകയും താൻ അഭിമുഖീകരിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ശിഷ്യരോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ശിഷ്യരുമായുള്ള യേശുവിന്റെ സംഭാഷണമാണ് ഈ വേദഭാഗം. ഇവിടെ ഒന്നാമതായി യേശു പറയുന്നത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നാണ്. താൻ നേരിടുവാൻ പോകുന്ന പീഡാനുഭവങ്ങളുടെ മധ്യത്തിൽ ശിഷ്യർ പതറിപ്പോകാതിരിക്കുവാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന യേശുവിന്റെ ആശ്വാസവചനം പങ്കുവെച്ചുകൊണ്ടാണ് 14-ാം അധ്യായം ആരംഭിക്കുന്നത്. പതറിപ്പോയേക്കാവുന്ന സാഹചര്യങ്ങൾ മുമ്പിലുണ്ട് എങ്കിലും അതിനുള്ള പരിഹാരവും യേശു അവർക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. വാക്യം 1-ൽ നിങ്ങൾ പതറിപ്പോകുന്നുവെങ്കിൽ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്നവൻ പറയുന്നു. ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ അധൈര്യപ്പെട്ടു നിൽക്കുമ്പോൾ യേശു നമ്മോടും പറയുന്നു, എന്നിൽ വിശ്വസിപ്പിൻ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു ഇനി എന്തെന്നറിയാതെ നിൽക്കേണ്ടി വന്നാലും ഒന്നു മാത്രം നാം ഓർക്കുക: ഇതിനൊക്കെയും ഒരു പരിഹാരമുണ്ട്. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ: ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. The answer for the troubled heart is faith in Jesus. രണ്ടാമതായി ക്രിസ്തു ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. 5-6 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ട് തോമസ് അപ്പസ്തോലൻ ഉന്നയിക്കുന്ന സംശയവും അതിന് ക്രിസ്തു നൽകുന്ന മറുപടിയും നമുക്ക് കാണാം. ക്രിസ്തു നൽകുന്ന ആ മറുപടിയിൽ നിന്നും പിറവിയെടുത്ത മഹത്തായ ഞാൻ ആകുന്നു എന്ന അവകാശവാദത്തിൽ ഒന്നാണ് ഞാൻ തന്നെ വഴി എന്നത്. അപ്പസ്തോലന്റെ സംശയം ന്യായമാണ്, കാരണം അവർക്ക് വഴി അറിയില്ല. വഴി എങ്ങനെ അറിയും എന്ന അപ്പസ്തോലന്റെ ചോദ്യത്തിന് ക്രിസ്തു തന്നെ വഴിയായി തീരുകയാണ് ഇവിടെ. ക്രിസ്തു നമ്മെയും ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: വഴി ഞാൻ തന്നെയാണ്. അതെ, ക്രിസ്തു തന്നെയാണ് വഴി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി നിങ്ങളും തിരഞ്ഞെടുക്കണം എന്നല്ല, ഞാൻ തന്നെ വഴി എന്നാണ് ക്രിസ്തു പറയുന്നത്. യെസ്, Jesus is the way to the Father because he is the truth of God and the life of God. ക്രിസ്തു സത്യമാണ്, കാരണം ദൈവത്തിന്റെ അഥവാ പിതാവിന്റെ പരമോന്നതമായ വെളിപ്പാടാണ് ക്രിസ്തു. ജീസസ് നറേറ്റ്സ് ഗോഡ്. യേശു ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ പിതാവിനെയും അറിയുകയാണ്. യേശു കർത്താവിന്റെ ജീവിതത്തിലെ പരമ ലക്ഷ്യം പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ ആ പിതാവിങ്കിലേക്ക് നാം എത്തിച്ചേരണം എന്നവൻ ആഗ്രഹിക്കുന്നു. ഈ തിരിച്ചറിവോടെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നാം ഈ നോമ്പിന്റെ നാളുകളിൽ നടത്തണം. അത് തുടരുകയും വേണം. ഉപവാസത്തിന്റെ നാളുകളിൽ ക്രിസ്തു പരീക്ഷിക്കപ്പെട്ട പോലെ ജീവിതത്തിൽ നാമും പരീക്ഷിക്കപ്പെടാം. ഒന്നോർക്കുക, നമ്മെ കൺമണി പോലെ കരുതുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ക്രിസ്തു വഴിയാണ്, പിതാവിങ്കിലേക്കുള്ള വഴി. ആ വഴിയായി തീർന്നത് അവൻ സത്യവും ജീവനും ആയതുകൊണ്ടാണ്. നമുക്കും ആ വഴിയെ യാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നോമ്പിന്റെ നാളുകളിൽ നിന്നെ കൂടുതൽ അറിയുവാനും നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. തെറ്റി മാറിപ്പോകാതെ നീയാകുന്ന വഴിയിൽ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പിതാവിന്റെ സന്നിധിയിൽ എത്തുവാൻ യോഗ്യതയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഈ നോമ്പ് ഞങ്ങളുടെ രൂപാന്തരത്തിന്റെ നാളുകളാക്കി തീർക്കണമേ. ഈ 50 ദിവസങ്ങൾക്കപ്പുറമായി അന്ത്യം വരെയും നിനക്കായി ജീവിക്കുവാൻ ഇടയാക്കണമേ.